എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോദ്രേജ് ഇൻവെർട്ടർ AC-യുടെ PCB ആണ്. ഈ ഒരു PCB വന്നിരിക്കുന്നത് F3 എറർ എന്നുള്ള ഒരു കംപ്ലൈൻറ്റുമായിട്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്ന ടെക്നീഷ്യൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഇട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഡിസ്പ്ലേയിൽ F3 എന്നുള്ള എറർ വരും. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഔട്ട്ഡോർ യൂണിറ്റിൽ ഇവിടെ ഒരു LED ഉണ്ട്, ഒരു ചുവന്ന LED. ആ LED 6 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെന്നാണ്. നമ്മുടെ ഇതിൻ്റെ എറർ കോഡ് ലിസ്റ്റിൽ നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് 6 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. അതായത് ഔട്ട്ഡോർ യൂണിറ്റ് ലൈറ്റ് ഫ്ലാഷ് എന്ന് പറയുന്ന വരുന്നത്. അപ്പോൾ 6 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുക, F3 എന്നുള്ള എറർ ഡിസ്പ്ലേയിൽ കാണിക്കുക. അത് IPM മൊഡ്യൂൾ ഫോൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ഓൺ ചെയ്ത് ഇതിൽ അവർ പറഞ്ഞ രീതിയിൽ അത് 6 ടൈം ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ, F3 എറർ കാണിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് പവർ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിനോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലും ആൾക്കാർ എൻ്റെ ഫോൺ നമ്പർ ചോദിക്കാറുണ്ട്. എൻ്റെ ഫോൺ നമ്പർ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറും അത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പർ അതിൽ നിന്ന് എടുത്ത് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് പവർ ഓൺ ചെയ്യണം. ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. പവർ ഓൺ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റിലെ LED കത്തിയിട്ടുണ്ട്. ഒരു ചുവന്ന LED കത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു LED ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ഈ LED എന്ന് പറയുന്നത് ഇതിന് സെപ്പറേറ്റ് ആണ് ഒരു സെൻസറിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ വരുന്നത്. 3 സെൻസറിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു LED ഉണ്ട്. അത് ഫ്ലാഷ്, ആ ഒരു ചുവന്ന പച്ച കളർ LED ചുമ്മാ ഫ്ലാഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു ബോർഡ് സ്റ്റാൻഡ് ബൈ കിടക്കുകയാണ്. ഞാൻ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തു. ഓക്കെ, നമുക്കിപ്പോൾ ബ്ലോവർ മോട്ടർ, ഇൻഡോറിൻ്റെ ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോറിലും ബ്ലോവർ മോട്ടർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഓൺ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ആ എറർ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇൻഡോർ ബ്ലോവർ മോട്ടർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഡോർ ബ്ലോവർ മോട്ടർ ഇങ്ങനെയാണ് എടുക്കുന്നത്. എടുക്കും സ്റ്റോപ്പ് ആവും. കറക്റ്റ് റണ്ണിങ്ങിലോട്ട് നമ്മുടെ കംപ്രസർ കറക്റ്റ് റണ്ണിങ് ആയാൽ മാത്രമേ ഈ ഒരു മോട്ടർ കറക്റ്റായിട്ട് റൺ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റിൽ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. 1 2 3 4 5 6. ഓക്കെ, 6 ടൈം LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി IPM ആണ് ഇതിൽ ചെക്ക് ചെയ്യേണ്ടത്. കാര്യം IPMൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിലാണ് ഈ 6 ടൈം ബ്ലിങ്കിങ് വരുന്നതെന്നാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് IPM ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് പവർ ഓഫ് ചെയ്തിട്ട് കോൾഡ് ടെസ്റ്റ് നോക്കാം. എങ്ങനെയാണ് കോൾഡ് ടെസ്റ്റ് നടത്തുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം അത് കപ്പാസിറ്റർ ഒന്ന് ഡിസ്ചാർജ് ആകട്ടെ. ഓക്കെ, ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഈ ബോർഡ് കണക്ക് ഓക്കെ, ഇവിടെയാണ് നമ്മുടെ IGBT ഡയോഡ്, റെക്ടിഫയർ ഡയോഡ്, സ്വിച്ചിങ് ഡയോഡ്, പിന്നെ നമ്മുടെ IPM ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡലിൽ ഫെയർ ചൈൽഡിൻ്റെ IPM ആണ് വരുന്നത്. ഇത് ഫെയർ ചൈൽഡിൻ്റെ IPM ആണ്. ആദ്യത്തെ കാണുന്ന ഈ 3 പിന്നെന്ന് പറയുന്നതാണ് നമ്മുടെ IGBTയുടെ നെഗറ്റീവ് സൈഡ്. അതായത് ഇവിടെ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് സൈഡ് വരും. അത് കഴിഞ്ഞിട്ട് വരുന്നത് UVW, അത് കഴിഞ്ഞിട്ട് പ്ലസ് വോൾട്ടേജ്, അതായത് 320 വോൾട്ട് വരുന്നത്. പിന്നെ വരുന്ന 2 എന്ന് പറയുന്നത് ഇതിൻ്റെ തെർമൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു UVW ആണ് ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ UVW എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി നമ്മൾ മൾട്ടിമീറ്റർ ഡയോഡ് മോഡിൽ സെറ്റ് ചെയ്യാം. മൾട്ടിമീറ്റർ ഡയോഡ് മോഡ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ നെഗറ്റീവ് പ്രോബ് ഗ്രൗണ്ടിൽ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ UVയുടെ ഈ റീഡിങ്, ഇതാണ് നമ്മുടെ ഒരു റീഡിങ്, ഡയോഡ് റീഡിങ്. ഈ റീഡിങ് നമുക്ക് എല്ലാത്തിലും ഒരേ കണക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഷോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഈ രണ്ട് യുവിലും വിയിലും നമുക്ക് റീഡിങ് വരുന്നുണ്ട്. പക്ഷേ ഡബ്ല്യുവിൽ
നമുക്ക് ഷോർട്ടഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബസർ മോഡിലിട്ട് നോക്കാം. ബസർ മോഡിൽ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഷോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഈ IPMൻ്റെ ലോ സൈഡ് ഷോർട്ടഡ് ആണ്. ഈ ഒരു IGBT ഈ IPMൻ്റെ ലോ സൈഡിൽ വരുന്ന IGBT ഷോർട്ട് ചെയ്ത് ഗ്രൗണ്ട് ആയിരിക്കണം. അതുകൊണ്ടിട്ടാണ് നമുക്കിതിനകത്ത് ഇത് വർക്ക് ചെയ്യാതെ ഈ ഒരു 6 ടൈം എറർ കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു IPM ഇതിനകത്തൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. ഈ ഒരു IPM ഡാമേജ് ആയതുകൊണ്ട് നമുക്ക് ഓരോ ലെഗായിട്ട് കട്ട് ചെയ്ത് മാറ്റി ഇത് ഊരിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പ്രിൻ്റ് കാര്യങ്ങൾക്കൊന്നും വലിയ ഡാമേജ് ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഒടിച്ചെടുത്തിരിക്കുന്ന ഈ ഓരോ ഹോൾസും ക്ലിയർ ആക്കണം. അതിനകത്തിരിക്കുന്ന ആ ലെഗിൻ്റെ പീസൊക്കെ ഇളക്കി കളഞ്ഞ് ആ ഹോളിലിരിക്കുന്ന ലെഡൊക്കെ മാറ്റി അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഈ IPMൻ്റെ ഹോളെല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തൊരു പുതിയ IPM സെറ്റ് ചെയ്യാം. ഇതാണ് ഇതിനകത്തിരുന്ന IPM. ഇതേ സെയിമിലുള്ള ഒരു IPM ഞാനിതിനകത്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പുതിയ IPM ഇതിനകത്ത് സെറ്റ് ചെയ്യാം. നമ്മുടെ ഈ IPM സോൾഡർ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹീറ്റ് സിങ്ക് പിടിപ്പിച്ചിട്ട് അതിൽ ഈ ഒരു IPM സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സോൾഡർ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഇരിക്കുന്ന ഇരിപ്പിന് നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റ് സിങ്കിൻ്റെ മേളിൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് IPMന് ഡാമേജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ IPM നമുക്കിതിനകത്ത് IPMൻ്റെ ആ സ്ക്രൂ കൂടെ ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇനി നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് അഴിച്ച് സെറ്റ് ചെയ്യാം. അന്നേരത്ത് നമുക്ക് ഈ ഒരു IPMന് പിന്നെ മറ്റ് ഡാമേജസും ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോഴുള്ള ഡാമേജസ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു ലെഗുകളൊക്കെ വളരെ അടുത്തിരിക്കുന്നത് നമുക്ക് സോൾഡർ ബ്രിഡ്ജൊന്നും വരാത്ത രീതിയിൽ, ഷോർട്ടിംഗ് ഒന്നും വരാത്ത രീതിയിൽ അത് മൊത്തം നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. നമ്മൾ ഷോർട്ടിംഗ് ഒന്നുമില്ലാതെ ബ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ എല്ലാ ലെഗുകളും കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കണക്ഷൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി ഇതിനകത്ത് കംപ്രസറിൻ്റെ കണക്ഷൻ കൊടുക്കണം. കംപ്രസറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല. ഞാൻ കംപ്രസറിൻ്റെ കണക്ഷൻ കൂടെ കൊടുക്കാം.
ഓക്കെ, അപ്പോൾ കംപ്രസറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓൺ ചെയ്തിട്ട് നമുക്ക് കംപ്രസർ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എറർ കോഡാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ 25 വന്നിട്ടുണ്ട്. ഇൻഡോർ ബ്ലോവർ മോട്ടർ എടുത്ത് കറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഏകദേശം ഞാൻ ഓൺ ചെയ്ത ഒരു 3 മിനിറ്റിന് ശേഷം ഔട്ട്ഡോർ ഫാൻ എടുത്ത് കുറച്ച് കഴിഞ്ഞ് കംപ്രസർ എടുത്ത് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വളരെ സ്ലോ സ്പീഡിലാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കംപ്രസർ എടുത്ത് വർക്ക് ചെയ്ത് ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട് ഈ ഒരു ബോർഡ്. അപ്പോൾ നമ്മുടെ ഈ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.